നമുക്കിന്നൊരു മട്ടൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ ഇട്ട് വയ്ക്കുക. പിന്നെ ആദ്യം അതിലേക്ക് 1 സവോള, 1 പകുതി തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 വെളുത്തുള്ളി അല്ലി എല്ലാം കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വയ്ക്കുക. കഴുകി വൃത്തിയാക്കിയ മട്ടൻ ഒരു കുക്കറിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളി എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുന്നവരെ കൂടിയ തീയിലും ഒരു 5-6 വിസിൽ വരുന്നവരെ കുറഞ്ഞ തീയിലും ഏകദേശം ഒരു 5-8 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്കൊരു മസാല റെഡിയാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ സാധാ ജീരകം ഇട്ടതിന് ശേഷം ഒരു 10 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 സവാള ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതുകൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം കുറഞ്ഞ തീയിൽ 5 മിനിറ്റ് നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി നന്നായി മരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് വയ്ക്കാം. ആ സമയം തീ ഓഫ് ചെയ്തിടുക. ഒന്നുമില്ലെങ്കിൽ സിമ്മാക്കുക, അതല്ലെങ്കിൽ ഓഫ് ചെയ്തിടുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തതിന് ശേഷം കുറഞ്ഞ തീയിൽ ഈ മസാലകളെല്ലാം മൂത്ത് വരുന്നവരേക്ക് നന്നായി ഇളക്കി കൊടുക്കുക. അതിന്റെ പച്ചമണം വിടുന്നത് വരയ്ക്ക് ഏകദേശം ഒരു 3 മിനിറ്റ് ഒക്കെ മതിയാവും. കുറഞ്ഞ തീയിൽ നന്നായി ഇളക്കിയതിന് ശേഷം അതിലെ പച്ചമണം എല്ലാം വിട്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി, ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ അതിനോട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി മൂത്ത് വരട്ടെ. കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മട്ടൺ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് കുറഞ്ഞ തീയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴേക്കും ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നിരിക്കും. പിന്നീട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് 1/4 കപ്പ് മല്ലിയില കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് ഈ സമയം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർക്കാം. എന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മട്ടൻ കറി റെഡിയായി. ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പം എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ്.